അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ജീവിതത്തിൽ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഒരു ജീവിതമായി ഒരു തീരുമാനമായി എടുത്തപ്പോൾ ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ എന്ത് മാറ്റം ഉണ്ടായി എന്നുള്ളതിന്റെ ചില ചെറിയ പിക്ചറുകളാണ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഡിയർ ഫ്രണ്ട്സ്, ഒരു പക്ഷേ ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങളും വലിയ അച്ചീവ്മെന്റും വില കൂടിയ കാറുകളും വരുമാനവും എല്ലാം കാണുമ്പോൾ കുറെ അധികം ആളുകളെങ്കിലും വിചാരിക്കുന്നത് ഇവരൊക്കെ ഭാഗ്യവാന്മാരാണ്, അല്ലെങ്കിൽ ഇവരൊക്കെ ഏതോ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായതുകൊണ്ട് മാത്രം സക്സസ് ആയ ആളുകളാണെന്നാണ് പല ആളുകളും ചിന്തിക്കുന്നത്. എനിവേ നമുക്ക് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ 7 വർഷം മുമ്പ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ ഞാൻ താമസിച്ചിരുന്ന, ഒരുപക്ഷെ ഞാൻ വർഷങ്ങളായി ജീവിച്ചിരുന്ന എൻ്റെ ഒരു വീടും എൻ്റെ സാഹചര്യവുമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ റോയൽ ബറ്റാലിയനിലെ ഒരുപാട് വ്യക്തികൾ ഈ വീട്ടിൽ നേരിട്ട് വരികയും നേരിട്ട് അവിടുന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ഒരുപാട് ആളുകൾ ഒരുപക്ഷെ ഇത് കാണുന്നുണ്ടാവും. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വയനാട് ജില്ലയിലെ, അതും മാനന്തവാടിക്കടുത്ത് വരയാൽ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമാണ്. ഒരു 18 കിലോമീറ്ററോളം വളരെ റിമോട്ട് ആയിട്ടുള്ള ഒരു ഏരിയയിലൂടെയും ഫോറസ്റ്റിലൂടെയും ഒക്കെ സഞ്ചരിച്ചാൽ മാത്രം എത്താൻ പറ്റുന്ന ഒരു ചെറിയ ഗ്രാമമാണ് യഥാർത്ഥത്തിൽ. ഈ ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്നെ സംബന്ധിച്ച് എൻ്റെ നാട്ടിൽ ഇന്നും മൊബൈൽ നെറ്റ്വർക്ക്, ശരിയായ രീതിയിൽ മൊബൈൽ നെറ്റ്വർക്ക് കിട്ടാത്തൊരു സ്ഥലമാണ്. എൻ്റെ വീട്ടിലേക്ക് ഞാനൊരു വൈഫൈ വെക്കാൻ വേണ്ടി 1.5 കിലോമീറ്റർ ഒറ്റയ്ക്ക് കേബിൾ വലിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം ആ നാടിൻ്റെ ഒരു അവസ്ഥ. ചുറ്റും ഫോറസ്റ്റും 90% ആദിവാസികൾ മാത്രം താമസിക്കുന്ന, ഒരുപക്ഷെ ഇന്നും എൻ്റെ നാട്ടിൽ ഞാൻ തമാശക്കാണേലും പറയാറുണ്ട്, ഇന്നും പാൻറ് ഇടുന്ന ഒരേ ഒരു വ്യക്തി ഞാൻ മാത്രമാണ് എൻ്റെ നാട്ടിൽ. ഒരു പക്ഷേ വയനാട് ജില്ലയിലെ ഒരു ഗ്രാമമെന്ന് പോലും പറയാൻ കഴിയാത്ത അത്രയും റിമോട്ട് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്നും, ഒരുപക്ഷെ മൊബൈൽ നെറ്റ്വർക്ക് ഇല്ലാത്ത, ഒരു നല്ല സ്മാർട്ട് ഫോൺ പോലും കയ്യിലില്ലാത്ത ഒരു സമയത്താണ് ഞാൻ മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഒരു ചെറുപ്പത്തിലേക്ക് പറയണേ, ഞാൻ ജനിച്ചതും വളർന്നതൊന്നും ഇവിടെയല്ല. മീൻസ് ഞാനൊരു 95 മുതൽ ഇവിടെയാണ് താമസം. അതിന് മുമ്പ് കേണിച്ചിറ, വയനാട്ടിൽ തന്നെ കേണിച്ചിറ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പൊ അവിടെ നിന്ന് മീൻസ് പിന്നെ ഞാൻ പഠിച്ചതും വളർന്നതൊക്കെ സുൽത്താൻ ബത്തേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ ഒരുപക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പിന്നീട് ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ വരാൻ കാരണം എൻ്റെ തന്നെ ജീവിതത്തിലുണ്ടായ ചില ഡ്രീമുകളും ഞാൻ ചില സമയത്ത് എടുത്ത ചില തീരുമാനങ്ങളുമാണ്. ഈ ടേണിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ടേണിംഗ് പോയിന്റ് എങ്ങോട്ടുമാവാം. നമ്മൾ ചില സമയത്ത് എടുക്കുന്ന ചില തീരുമാനങ്ങൾ നമ്മളെ വിജയത്തിലേക്കും, ചില സമയത്ത് എടുക്കുന്ന ചില തീരുമാനങ്ങൾ നമ്മളെ പലപ്പോഴും പരാജയത്തിലും കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ വരാൻ കാരണം, ഞാൻ ചെറിയ പ്രായം തൊട്ട് വലിയ സ്വപ്നങ്ങളും വലിയ ആഗ്രഹങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. ജോലി കിട്ടിയാൽ രക്ഷപ്പെടുന്നുള്ള ഒരു വിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് ഒരുപാട് പഠിക്കാനൊക്കെ തയ്യാറായത്. പക്ഷെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ ജീവിതത്തിലെ ഒരു സ്വപ്നവും, വലിയ വലിയ സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നും എനിക്കൊരിക്കലും ഇതുകൊണ്ട് പൂർത്തീകരിക്കാൻ എൻ്റെ ജോലി കിട്ടിയത് കൊണ്ട് സാധിക്കില്ല എന്നൊരു തിരിച്ചറിവാണ് വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ചിന്തയിൽ ഞാൻ എത്തിയത്. അങ്ങനെയാണ് ഞാൻ വയനാട് ജില്ലയിൽ ഒരു സ്വന്തമായി ഒരു പ്ലാന്റേഷൻ തുടങ്ങാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ അച്ഛന്, അന്നാണ് ഞങ്ങൾ നിലവിൽ താമസിച്ചിരുന്ന വീട് സ്ഥലമൊക്കെ വിറ്റ് ഞങ്ങൾ മാനന്തവാടി എന്ന് പറഞ്ഞ് ഇപ്പൊ താമസിക്കുന്ന വളരെ റിമോട്ട് ആയിട്ടുള്ള ഒരു ഏരിയയിൽ വന്ന് കുറെ അധികം വലിയൊരു എക്സ്റ്റന്റ് പ്രോപ്പർട്ടി സ്വന്തമായി വാങ്ങിച്ച്, അത് സകല സാധ്യതകളും ഉപയോഗിച്ച്, ലോൺ എടുത്തും മറ്റുള്ള രീതിയിൽ സാധ്യതകളൊക്കെ ഉപയോഗിച്ച് വലിയ ഇൻവെസ്റ്റ്മെന്റിലാണ് 20 വർഷത്തെ കഠിനാധ്വാനം കൊണ്ട് വലിയൊരു പ്ലാന്റേഷൻ ലൈഫിൽ യാഥാർത്ഥ്യമാക്കി. പക്ഷെ നിർഭാഗ്യവശാൽ ഒരുപാട് കഠിനാധ്വാനത്തോടും വലിയ ഇൻവെസ്റ്റ്മെന്റിലും 20 വർഷമാണ് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്തത് ഞാനും എൻ്റെ ഫാമിലിയും. അങ്ങനെയാണ് ഈ ഒരു വലിയ പ്ലാന്റേഷൻ കൊണ്ടുവരുന്നത്. പക്ഷെ ഇത് വന്ന സമയത്ത് ഓരോ മാസവും ലക്ഷങ്ങൾ ലാഭം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ്. അപ്പൊ ഈ പ്ലാന്റേഷൻ കൊണ്ടുവരുമ്പോൾ എൻ്റെ ഒരു ഏറ്റവും വലിയ ഡ്രീമും അതാണ്. മാസം ചുരുങ്ങിയത് ഒരു 10 ലക്ഷത്തിന് മുകളിൽ വരുമാനം, ഒരു 50-60 ആളുകൾക്ക് സ്ഥിരം ജോലി കൊടുക്കാൻ സാധിക്കും, ചെറിയ പ്രായത്തിൽ തന്നെ കോടികളുടെ ആസ്തി, ഒരാളുടെ മുമ്പിൽ ഒപ്പിടണ്ട, ഒരാളുടെ മുമ്പിൽ പോയി സെലൂട്ട് അടിക്കണ്ട, ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാതെ ചെറിയ പ്രായത്തിൽ തന്നെ ലൈഫ് വലിയ രീതിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആക്കുക എന്നുള്ളൊരു വലിയ ഡ്രീമായിരുന്നു അത്. പക്ഷെ പ്ലാന്റേഷനൊക്കെ ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ നല്ല രീതിയിൽ അത് പൂർത്തീകരിക്കാൻ സാധിച്ചു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ സമയത്ത് കാർഷിക മേഖലയിൽ ഉണ്ടായ തകർച്ചയാണ്. അതായത് ഓരോ മാസവും ലക്ഷങ്ങൾ ലാഭം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് തുടങ്ങിയ എൻ്റെ പ്ലാന്റേഷൻ ഓരോ മാസവും ലക്ഷങ്ങൾ നഷ്ടം വരുന്ന അവസ്ഥയിലാണ് എന്നെ കൊണ്ടുപോയി എത്തിച്ചത്. അവിടെ നിന്നാണ്
മീൻസ് ഞാൻ എൻ്റെ ജീവിതം തന്നെ കൈവിട്ടു പോകുന്നു. നമുക്കറിയാം 20 വർഷം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വിവാഹം കഴിഞ്ഞു, 2 കുട്ടികളായി, മക്കളുടെ വിദ്യാഭ്യാസം, അപ്പം അതോടൊപ്പം തന്നെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ പ്രായമായി, അവർക്ക് പല രീതിയിലുള്ള അസുഖങ്ങൾ, പ്രശ്നങ്ങൾ, മരുന്ന്, അങ്ങനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് പോയ സമയത്താണ് നിങ്ങൾ പലരും മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ ഞാൻ ടാക്സി ഓടിക്കാനും അതുപോലെ മറ്റു പല മേഖലയിലും 1000 രൂപയെങ്കിലും ഡെയിലി സമ്പാദിക്കാൻ ഞാൻ പോവാത്ത മേഖലകളില്ല. അങ്ങനെ പല മേഖലകളിലൂടെ പോയി. അങ്ങനെ ജീവിതത്തിൽ അതേസമയം തന്നെ ഞാൻ അന്ന് എടുത്തിരുന്ന ലോണൊക്കെ വീണ്ടും തിരിച്ചടയ്ക്കാൻ കഴിയാതെ ഈ സ്ഥലവും വീടും എല്ലാം ജപ്തിയാവുന്ന ഒരവസ്ഥ, മറുഭാഗത്ത് എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം മുടങ്ങുന്ന അവസ്ഥ, എൻ്റെ അച്ഛനും അമ്മയ്ക്കും അത്യാവശ്യം മരുന്ന് പോലും പ്രോപ്പറായി കിട്ടാത്ത സിറ്റുവേഷൻ. അങ്ങനെ ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ, ഒരു പക്ഷെ ഇനി ജീവിതമുണ്ടോ എന്ന് പോലും ആശങ്കപ്പെട്ടിരുന്ന അത്തരമൊരു സാഹചര്യത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് കയ്യിൽ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. ഇത് ബിസിനസ് സമയത്ത് എൻ്റെ എൻ്റയർ ഫാമിലിയിലെ ഒരുപക്ഷെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ഫാമിലി എടുത്താൽ ഒരുപാട് എംപ്ലോയീസ്, ഒരുപാട് പ്രൊഫഷണൽസ് എല്ലാം ഉള്ള ഒരു ഫാമിലിയാണ്. ചാർട്ടേഡ് അക്കൗണ്ടന്റും, ബാങ്ക് മാനേജറും, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സും, സിവിൽ എഞ്ചിനീയേഴ്സും, കോളേജ് ലെക്ചറർമാരും, എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കസിൻ ബ്രദേഴ്സും എല്ലാവരും നല്ല ലെവലിൽ എത്തിയ സമയത്താണ് ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ ഉണ്ടായി. വലിയൊരു കഠിനാധ്വാനത്തിനും ത്യാഗത്തിനും ശേഷം എൻ്റെ ഫാമിലിയിലെ ഏറ്റവും പരാജയപ്പെട്ട വ്യക്തിയായി ഞാൻ മാറിയത്. അതിന്റെ പേരിൽ ഞാൻ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള അവഗണനകളും വേദനകളും ഒക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് പലർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്തതിലപ്പുറമായി. അത്തരം ഒരു സാഹചര്യത്തിൽ ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയും, മുബീൻ മുഹമ്മദ് എന്ന് പറയുന്നത് നമ്മുടെ റോയൽ ഡയമണ്ട് എക്സിക്യൂട്ടീവ്, അന്ന് അദ്ദേഹം റോയൽ ഡയമണ്ട് അല്ല, അന്ന് അദ്ദേഹം വെറും ഒരു ITC ലെവലിൽ നിൽക്കുന്ന സമയത്താണ് മുബീൻ മുഹമ്മദ് സാർ എന്നെ കാണുന്നത്. അങ്ങനെ അന്ന് മുബീൻ മുഹമ്മദ് സാർ ആണ് എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചും ഇതിന്റെ ഫ്യൂച്ചറിനെ കുറിച്ചും ഇതിന്റെ അനന്തമായ സാധ്യതകളെ കുറിച്ചും അദ്ദേഹം എന്നോട് സംസാരിക്കുന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായുള്ളൂ. അന്ന് അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രസാദ് സാറേ, ഇത് ബിസിനസ്സാണ്, സാധനങ്ങൾ വിൽക്കുന്നത് കച്ചവടമാണ്, വിൽപ്പിക്കുന്നതും കച്ചവടമാണ്. ഇനി വരാൻ പോകുന്ന കാലഘട്ടം കോടികൾ മുടക്കി ഇരുന്ന് കച്ചവടം ചെയ്യുന്നവൻ്റെതല്ല, ടെക്നോളജിയും ബുദ്ധിയും ഉപയോഗിച്ച് ബിസിനസ് ചെയ്യുന്നവൻ്റെയാണ് ഇനി വരാൻ പോകുന്ന കാലഘട്ടം. അത്തരം ആളുകളാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരുപക്ഷെ കാലഘട്ടത്തിന്റെ ഒരു പോക്കിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണയിൽ എനിക്കത് ഉൾക്കൊള്ളാൻ സാധിച്ചു. അന്നും എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിനോട് ചോദിച്ച ഒരു സംശയം ഞാൻ ഇന്നും ഓർമ്മിക്കുകയാണ്. സാറേ, യഥാർത്ഥത്തിൽ ഈ 2,10,000 ഉള്ളതാണ്, ഇതൊക്കെ വീക്കിലി കിട്ടുമോ? അതിന് മറുപടിയായി അദ്ദേഹം ഒരാഴ്ച പോലും മുടങ്ങാതെ 2.10 മേടിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്നെ എടുത്ത് കാണിക്കുന്നു. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, ഞാൻ ഉൾക്കൊണ്ടാലും ഇല്ലെങ്കിലും ഇതൊരു വലിയ യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ് ശക്തമായി ചെയ്യാൻ തീരുമാനിക്കുന്നത്. ഒരു കാര്യം മാത്രം, അതിനൊരൊറ്റ പ്രിൻസിപ്പിൾ, മുബീൻ മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് ഈ ഒരു 2,10,000 കിട്ടിയത് സത്യമാണെങ്കിൽ ഇത് നാളെ എനിക്കും കിട്ടും. കാരണം മുബീൻ മുഹമ്മദിന് കിട്ടുമെങ്കിൽ എന്തുകൊണ്ട് MS പ്രസാദിന് കിട്ടില്ല? അവിടെ ഞാൻ ചിന്തിച്ചൊരു പോയിന്റ് കാരണം ഇത് മുബീൻ മുഹമ്മദിന് അദ്ദേഹം എന്താണോ ചെയ്തത്, അദ്ദേഹം എന്താണോ പഠിച്ചത്, അത് തന്നെ ഞാനും പഠിക്കാനും അത് തന്നെ ഞാനും ചെയ്യാനും തയ്യാറായാൽ അദ്ദേഹത്തിന് കിട്ടിയത് എനിക്കും കിട്ടും. ഈ ഒരു തിരിച്ചറിവ് മാത്രം വെച്ചുകൊണ്ടാണ് ഈ ഒരു ബിസിനസ് ഞാൻ ഏറ്റെടുക്കുന്നത്. അവിടുന്ന് യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ആ ഒരു തീരുമാനമാണ്, ആ ഒരു ഡിസിഷനാണ്, അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡന്റ് ആണ്. ആ ഒരു ടേണിംഗ് പോയിന്റ് എൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റമുണ്ടാക്കി എന്നുള്ളതാണ്. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളിപ്പോ ഈ കമ്പനിയിൽ നിന്ന് എനിക്ക് കിട്ടിയ ആദ്യത്തെ വരുമാനം 93ാമത്തെ വീക്കിൽ വെറും 255 രൂപയാണ്. ഞാൻ ഈ ബിസിനസ്സിലെ എൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളോടൊക്കെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുമായിട്ട് വളരെ ആവേശത്തോടു കൂടി സംസാരിക്കുകയും അവരൊക്കെ തന്നെ റിജക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അങ്ങനെ ഈ പ്രോഡക്റ്റ് എടുത്തും കൊടുത്തും ഉപയോഗിച്ചും മെല്ലെ മെല്ലെ തുടങ്ങിയ ബിസിനസ് എനിക്ക് ഈ കമ്പനിയിൽ നിന്ന് ഏറ്റവും ആദ്യം കിട്ടിയത് വെറും 255 രൂപയാണ്. ഒരുപക്ഷെ അന്ന് എന്നെ കുറെ ആളുകൾ കളിയാക്കി, കുറെ ആളുകൾ എന്നോട് പറഞ്ഞു ഇതൊന്നും ഒരിക്കലും നടക്കില്ല, 2,10,000 പറഞ്ഞപ്പോൾ നിനക്ക് കിട്ടിയത് 255 രൂപയാണ്. ഇവിടെ ഒരു ദിവസം കൂലിപ്പണിക്ക് പോകുന്ന ആൾക്ക് 600 രൂപയും ചെലവും കിട്ടും. അതുപോലും കിട്ടാത്ത നീ, ഇതൊന്നും നമുക്ക് പറ്റിയ പണിയല്ല. ഒരുപാട് ആളുകൾ പുറകോട്ടടിച്ചു. പക്ഷേ ഈ 255 രൂപ വന്ന ആ ഒരു ദിവസം എന്നെ സംബന്ധിച്ച് ഞാൻ തുള്ളിച്ചാടി. കാരണം 255 രൂപ കൊണ്ട് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നത് കൊണ്ടല്ല, മറിച്ച് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്നും മുബീൻ മുഹമ്മദിന്റെ അക്കൗണ്ടിലേക്ക് പണം വരുന്നത് പോലെ എൻ്റെ അക്കൗണ്ടിലേക്കും പണം വരും എന്ന വിശ്വാസം എനിക്കുണ്ടായി.
കാരണം 255 വന്നപ്പോ എന്തായാലും അത് വരും. ഇനി ഇത് 2.10 അതായിരുന്നു. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഈ വരുമാനത്തിലാണ് എന്റെ തുടക്കം. അവിടുന്ന് ഇങ്ങോട്ട് എത്രയോ ആഴ്ചകളിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, 1 രൂപ പോലും കിട്ടാത്ത ആഴ്ചകൾ. പക്ഷെ ഈ സമയത്തും ഞാൻ ഈ ബിസിനസിനെ കുറിച്ച് ഏറ്റവും നന്നായി പഠിക്കുകയും ഇതിനെക്കുറിച്ച് വളരെ ശക്തമായി ഏറ്റെടുത്ത് ഫുൾ ടൈം പ്രവർത്തനം, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാനൊരു പാർട്ട് ടൈമർ അല്ല. ഡേ 1 തൊട്ട് ഞാൻ എല്ലാം മാറ്റിവെച്ച് ഫുൾ ടൈം ആയിട്ട് ഈ ബിസിനസ് തുടങ്ങിയ വ്യക്തിയാണ്. 1 രൂപ കിട്ടുന്നതിന് മുമ്പേ ഡ്രസ് കോഡ് ഉൾപ്പെടെ മാറി ഈ ബിസിനസിന് അനുകൂലമായ രീതിയിൽ ഉള്ള ഡ്രസ് കോഡ് ഒക്കെ ഇട്ട് മാറ്റി ശക്തമായി ഇറങ്ങി ഫുൾ ടൈം പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അങ്ങനെ പ്രവർത്തിച്ച സമയത്തും ഒറ്റ കാര്യമുള്ളൂ, എനിക്ക് 2,10,000 കിട്ടണം. ഇത് കിട്ടിയാൽ മാത്രമേ എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും എൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും പറ്റും എന്ന വിശ്വാസമാണ് ഇങ്ങനെ ഈ ഒരു പെയിൻ എടുക്കാൻ, അല്ലെങ്കിൽ ഈ ഒരു ശക്തമായ തീരുമാനം എടുക്കാൻ എനിക്ക് കോൺഫിഡൻസ് തന്നത്. അങ്ങനെ ഒരുപാട് ഈ സമയത്താണ് നമ്മുടെ ഗ്രേറ്റ് ലീഡർ സത്യം മാഷ്, സോമകുമാർ സാറ് പോലെയുള്ള ആളുകൾ ബിസിനസ്സിലേക്ക് വരുന്നതും, അതോടൊപ്പം തന്നെ ശ്രീജിത്ത് സാറിനെയൊക്കെ പോലുള്ള, ബിജോഷ് മാത്യു സാറിനെ പോലെ, പ്രിയേഷ് സാറിനെ പോലെ, ദിനേഷ് സാറിനെയൊക്കെ പോലുള്ള ലീഡേഴ്സ്, ശോഭൻ കുമാർ സാറിനെയൊക്കെ പോലുള്ള ലീഡേഴ്സ് ഈ ബിസിനസ്, മുബാറക് സാറൊക്കെ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നതും, അവിടുന്ന് ഇങ്ങനെ മെല്ലെ മെല്ലെ ഞങ്ങൾ പഠിപ്പിച്ചും ഈ ഒരു ബിസിനസ്സിനെ മെല്ലെ മെല്ലെ വിശ്വാസത്തോടു കൂടി ഞാനും എന്നോടൊപ്പം വന്ന് അവരും ഒരുപോലെ ഏറ്റെടുക്കുകയും ഒറ്റക്കെട്ടായി ശക്തമായി ഹാർഡ് വർക്ക് ചെയ്തു. അങ്ങനെ പോയി ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെയാണ് 163ാമത്തെ വീക്കിൽ ആദ്യമായി 2,10,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ വരുന്നത്. 2,10,000. ഈ ലോകം മുഴുവൻ നടക്കില്ല എന്ന് പറഞ്ഞ ആ 2,10,000 അങ്ങനെ ഈ 163ാമത്തെ വീക്കിൽ എൻ്റെ അക്കൗണ്ടിലും ക്രെഡിറ്റ് ആയി. അതിനിടയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ആഴ്ചയിൽ 5,000 ആയി, അത് 10,000, അത് പിന്നീട് 20,000, 50,000 കൂടി അതിനിടയിൽ തന്നെ മാസ വരുമാനം 1,00,000, പിന്നീട് ആഴ്ച വരുമാനം 1,00,000 വന്ന സമയത്ത് തന്നെ എൻ്റെ പല പ്രശ്നങ്ങളും, ചെറിയ ചെറിയ ആവശ്യങ്ങളും കാര്യങ്ങളും എല്ലാം ഭംഗിയായി നടത്താനും ഓരോന്നോരോന്നായി പ്രശ്നങ്ങൾ പരിഹരിക്കാനും അങ്ങനെ ഘട്ടം ഘട്ടമായി വളർന്ന് അങ്ങനെയാണ് ഞാൻ ഈ ഒരു 2.10 എത്തുന്നത്. ഇതെത്തി കഴിഞ്ഞപാടെ ഈ സമയത്ത് എൻ്റെ റാങ്ക് NTC, നാഷണൽ ടീം കോർഡിനേറ്റർ എന്ന് പറഞ്ഞ റാങ്ക് അടിച്ചിരുന്നു. ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഇപ്പൊ ഞാൻ ഒരുപാട് സ്ലൈഡുകൾ കാണിക്കുന്നതിനപ്പുറം നിങ്ങൾ ഒരു സ്ലൈഡ് കാണിക്കുന്നത്, ഇത് ഞാൻ കഴിഞ്ഞ മാസം അടച്ച GST ആണ്, സർവീസ് ടാക്സ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ 2021-22 ജൂലൈ മാസം, അതായത് കഴിഞ്ഞ ജൂലൈയിലെയാണ് GST നമ്മൾ ഓഗസ്റ്റിൽ അടയ്ക്കണം. ഓഗസ്റ്റിലെ GST നമ്മൾ അടയ്ക്കേണ്ടത് ഈ സെപ്റ്റംബറിലാണ്. അപ്പൊ ഞാൻ ഇതുവരെ അടച്ചതിൽ ഏറ്റവും ലേറ്റസ്റ്റ് GST ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ കാണുന്നത്. അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എൻ്റെ GST നമ്പറും അതുപോലെ തന്നെ എൻ്റെ പേരും നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്, ആ GSTയിൽ നിങ്ങൾക്ക് ജൂലൈ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേരളം മൊത്തം അടച്ചു പൂട്ടിയിരിക്കുന്ന ലോക്ക്ഡൌണിന്റെ ഒന്നും ചലിക്കാത്തൊരു സാഹചര്യമായിരുന്നു ജൂലൈയിലൊക്കെ ഉണ്ടായിരുന്നത്. ബട്ട് ഡിയർ ഫ്രണ്ട്സ്, ആ സമയത്തും എൻ്റെ ഒരു മാസത്തെ വരുമാനം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 23,39,395 രൂപയാണ്. ഇത് വീക്കിലി പേ ഔട്ട് ഉണ്ട്, എനിക്ക് കിട്ടുന്ന എൻ്റെ റാങ്ക് ഇൻകം ഉണ്ട്, മറ്റുള്ള മന്ത്ലി ആലവൻസുകൾ, ബോണസുകൾ എല്ലാം ഉൾപ്പെടുന്നുണ്ട്. പല ഐഡിയിൽ നിന്ന് എനിക്ക് വരുമാനമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 23,39,000 രൂപയോളമാണ് എനിക്ക് ആ ഒരു മാസത്തെ വരുമാനമെന്ന് നിങ്ങൾ ഇത് പ്രോഫിറ്റ് ആണ്. എനിക്ക് ഇതിൽ നിന്ന് വാടക കൊടുക്കാനില്ല, കറണ്ട് ബില്ല് അടക്കാനില്ല, മറ്റൊന്നും ചെയ്യാനില്ല. ബട്ട് ഡിയർ ഫ്രണ്ട്സ്, അതിൽ ഞാൻ അടച്ചിരിക്കുന്ന GST നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, സെൻട്രൽ ഗവൺമെന്റിന് 1,78,000, സ്റ്റേറ്റ് ഗവൺമെന്റിന് 1,78,000, ഏകദേശം 3,56,000 രൂപയാണ് ഒരു മാസം ഞാൻ സർക്കാരിലേക്ക് GST അടച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കാലത്ത് ഒരുപാട് കഠിനാധ്വാനം ചെയ്യുകയും എന്നാൽ എൻ്റെ എൻ്റയർ ഫാമിലിയിലെ ഏറ്റവും പരാജയപ്പെട്ടവനായി അധിക്ഷേപിക്കപ്പെടുകയും അവഗണിക്കപ്പെടുകയും ചെയ്ത ഒരു വ്യക്തി, ഒരുപാട് പ്രൊഫഷണലുകളുള്ള ഫാമിലിയിൽ ജോലി ഇല്ലാതായി പോയി, ജീവിക്കാൻ ഒരു മാർഗമില്ലാതായി പോയി, അതിന്റെ പേരിലാണ് എന്നെ പരാജയപ്പെട്ടവരെന്ന് എഴുതി തള്ളിയതും അവഗണിച്ചതും. പക്ഷേ ഇന്ന് എനിക്ക് നിങ്ങളോട് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും, ഇന്ന് ഞാനൊരു മാസം GST അടയ്ക്കുന്ന പൈസ ശമ്പളം വാങ്ങിക്കുന്ന ഒരു പ്രൊഫഷണലും ഇന്ന് എൻ്റെ എൻറ്റയർ ഫാമിലിയിൽ ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു തീരുമാനത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ്, അല്ലെങ്കിൽ ചില സമയത്ത് എടുക്കുന്ന ഒരു തീരുമാനം ഒരു മനുഷ്യന്റെ ജീവിതം എവിടെ കൊണ്ടുവന്ന് എത്തിക്കുന്നു നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കും. ബട്ട് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന്
മീൻസ് എൻ്റെ എൻറ്റയർ ഫാമിലിയിലെ ഏറ്റവും സക്സസ്ഫുൾ ആയ വ്യക്തിയായി മാറാൻ എന്നെ സഹായിച്ചത്, അല്ലെങ്കിൽ എൻ്റെ ടേണിംഗ് പോയിന്റ് ആയത്, മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്പർച്യൂണിറ്റി കയ്യിൽ കിട്ടുകയും അതിനെ മുബീൻ മുഹമ്മദ് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ നേരിൽ കാണാനും പരിചയപ്പെടാനും അദ്ദേഹം തന്ന ആ തിരിച്ചറിവിൽ നിന്നും ഒരു തീരുമാനം എടുക്കാനും സാധിച്ചു. ഈ 3 കാര്യങ്ങളാണ് എൻ്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഡിയർ ഫ്രണ്ട്സ്, ഇത് എനിക്ക് പറ്റുമെങ്കിൽ, മുബീൻ മുഹമ്മദിന് പറ്റുമെങ്കിൽ എനിക്ക് പറ്റും. എനിക്ക് പറ്റിയാൽ ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന ആർക്കും പറ്റും. ഒരാൾക്ക് പറ്റിയത് ലോകത്ത് ആർക്കും പറ്റുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. എനിവേ, ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം, ഞാനിത് മേടിക്കുന്നത് വരെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് ഒരിക്കലും നടക്കില്ല എന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യമായി ഒരു വ്യക്തി ടെൻസിങ്ങും ഹിലാരിയും എവറസ്റ്റ് കീഴടക്കി. അതായത് ടെൻസിങ്ങും ഹിലാരിയും ഈ ലോകത്ത് എവറസ്റ്റ് കീഴടക്കുന്നത് വരെ ഈ ലോകം മുഴുവൻ വിശ്വസിച്ചിരുന്നത് എവറസ്റ്റ് എന്ന് പറയുന്ന ഒരു കൊടുമുടി ഒരിക്കലും മനുഷ്യന് കീഴടക്കാൻ പറ്റുന്നതല്ല, അല്ലെങ്കിൽ അത് മനുഷ്യ സാധ്യമല്ല എന്നാണ് ഈ ലോകം വിശ്വസിച്ചത്. എന്നാൽ ടെൻസിങ്ങും ഹിലാരിയും ആദ്യമായി എവറസ്റ്റിന്റെ മുകളിൽ കയറി കാലുകുത്തി അവർ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ദേ ഞങ്ങൾ എവറസ്റ്റിനെ കീഴടക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അവിടെ സംഭവിച്ചത് എന്താണ്? അതായത് ഈ ലോകത്ത് തകർന്നു വീണത് എവറസ്റ്റ് കൊടുമുടിയല്ല, മറിച്ച് ഒരു വിശ്വാസമാണ്. എവറസ്റ്റ് ഒരിക്കലും മനുഷ്യന് കാലുകുത്താൻ കഴിയുന്നതല്ല, അല്ലെങ്കിൽ കീഴടക്കാൻ കഴിയുന്നതല്ല എന്ന ഒരു വിശ്വാസമാണ് അവിടെ യഥാർത്ഥത്തിൽ തകർന്നു വീണത്. പക്ഷേ അതിനുശേഷം നമുക്കറിയാം, 1930 ആദ്യമായി ഒരു മനുഷ്യൻ എവറസ്റ്റിന് മുകളിൽ കാലുകുത്തിയതെങ്കിൽ ഇന്ന് വെറും 2021 എത്തുമ്പോൾ നമുക്ക് ഇന്നത്തെ സ്ഥിതി നമുക്കറിയാം. ഇന്ന് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ, വൃദ്ധര്, വയോജനങ്ങള്, വികലാംഗര്, ഇന്ന് ആളുകൾ ടൂർ പോകുന്നത് പോലും പലരും എവറസ്റ്റിന് മുകളിലേക്കാണ് എന്നുള്ളതാണ് സത്യം. അങ്ങനെ അന്നൊരു കാലത്ത് 1930 വർഷം കൊണ്ടാണ് ഒരാൾ എവറസ്റ്റിന്റെ മുകളിൽ എത്തിയതെങ്കിൽ ഇന്ന് ആയിരക്കണക്കിന് ആളുകൾ എവറസ്റ്റിന് മുകളിൽ ചുമ്മാ കയറി നടക്കുന്ന അവസ്ഥയിലേക്ക് മാറി. ഇതേപോലെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അവിടെ ഒരു എവറസ്റ്റ് കീഴടക്കാൻ കഴിയില്ല എന്നൊരു വിശ്വാസം തകർന്നു വീണു എന്നതിനപ്പുറത്തേക്ക് എവറസ്റ്റിന് മുകളിലേക്ക് എത്താൻ ഒരു വഴിയാണ് യഥാർത്ഥത്തിൽ തെളിയിക്കപ്പെട്ടത്. ടെൻസിങ്ങും ഹിലാരിയും പോയ അതേ വഴി, അവരതിന് മുകളിലെത്തിയ ഒരു മാർഗം അവർ കണ്ടുപിടിച്ചു. ആ മാർഗത്തെ പുറകെ പോയവരെല്ലാം വളരെ നിഷ്പ്രയാസം ആ എവറസ്റ്റിന് മുകളിലെത്തുന്ന സിറ്റുവേഷൻ. ഇവിടെയും മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗിൽ ഞങ്ങൾ ഈ 2-10 ഞാനും സത്യം മാഷും സോമകുമാർ സാറും അത് സ്വന്തം അക്കൗണ്ടിൽ മേടിക്കുന്നത് വരെ ഈ കേരളത്തിലെങ്കിലും ആളുകൾ വിശ്വസിച്ചത് ഒരിക്കലും നടക്കില്ല എന്നാണ്. എന്നാൽ ഇന്നത്തെ സ്ഥിതി നമുക്കറിയാം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാനും വലിയ ആവേശത്തിലാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച സമീറ എന്ന് പറയുന്ന എൻ്റെ നാട്ടിലെ, എൻ്റെ പഞ്ചായത്തിലെ, എൻ്റെ വാർഡിലുള്ള ഒരു സാധാരണ വീട്ടമ്മ, സമീറ എന്ന് പറയുന്ന ഒരു സാധാരണ വീട്ടമ്മയാണ് കഴിഞ്ഞ ആഴ്ചയിൽ 65ാമത്തെ സീലിംഗ് അച്ചീവറായി SIT-യിൽ വന്നത്. 65ാമത്തെ സീലിംഗ് അച്ചീവറായി കേവലം ഒരു വീട്ടമ്മ എൻ്റെ അതേ സാഹചര്യത്തിൽ നിന്ന് കടന്നു വന്നു. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അതിനേക്കാൾ ആവേശത്തിലാണ്. കാരണം ഇന്നലെ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തപ്പോഴും പുതിയ 2 വ്യക്തികളെ നമ്മൾ ബ്രാൻഡ് ന്യൂ സീലിംഗ് അച്ചീവേഴ്സ് ആയിട്ട് ഇന്നലെ രാത്രി ക്ലോസിംഗിലേക്ക് വന്നിരിക്കുന്നു. അത് മിസ്റ്റർ ബിനോദ് ജെയിംസ്, അതൊന്നും നമ്മളെ വിനോദ് ജെയിംസ് സാറും അതോടൊപ്പം തന്നെ മുരളീധരൻ സാർ, ഇവർ 2 പേരും എക്സ് മിലിറ്ററി ലീഡേഴ്സ് ആണ്. എനിവേ, അവർ പുതിയ 2 വ്യക്തികൾ ഇന്നലെ 2:10 എത്തിയിരിക്കുന്നു. ഇനി അതിനേക്കാൾ ഞാൻ പ്രതീക്ഷയോട് കാത്തിരിക്കുന്നത് അടുത്ത വെള്ളിയാഴ്ച പുതിയ 3 സീലിംഗ് അച്ചീവേഴ്സ് വരാൻ പോകുന്നു. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു കാലത്ത് ഈ 2,10,000 എനിക്ക് പോലും പറ്റില്ല എന്ന് പറഞ്ഞ ഈ ലോകത്തിന് മുമ്പിൽ ഇന്ന് ഓരോ ആഴ്ചയിലും 2ഉം 3ഉം സീലിംഗ് അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ടീം SIT മാറി. അവിടെ നിന്ന് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു വലിയ മാറ്റമാണ്. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു അച്ചീവ്മെന്റ്, നല്ലൊരു സ്മാർട്ട് ഫോൺ, ഒരു സാംസങ്ങിന്റെ സ്മാർട്ട് ഫോൺ ആണ് ഈ ബിസിനസ്സിലൂടെ ഞാൻ ആദ്യമായി ലക്ഷ്യം വെച്ചതും ആദ്യമായി അച്ചീവ് ചെയ്തതും. അതിനുശേഷം ഒരു ലാപ്ടോപ്പ്, അങ്ങനെ ചെറിയ ചെറിയ ലക്ഷ്യത്തിലൂടെ വളർന്ന് ഈ സീലിംഗ് അച്ചീവർ ആയപ്പോഴാണ് ഞാൻ ആദ്യമായി ഒരു ഇന്നോവ ക്രിസ്റ്റ എടുക്കുന്നു. ആ ഇന്നോവ എടുത്ത് 1 വർഷം ശക്തമായി ഈ ബിസിനസ്സിൽ ഓടി. അങ്ങനെയാണ് ഞാൻ ക്ലാസ് മെഴ്സിഡീസ് ബെൻസ് വാങ്ങിക്കുന്നത്. അവിടെ നിന്ന് നിങ്ങൾ അതിനുശേഷം 1 വർഷം കൊണ്ട് വീണ്ടും ITC ബെൻസ് എടുത്ത് കറക്റ്റ് 10ാമത്തെ മാസം ഞാൻ ITC ആവുകയും 11ാമത്തെ മാസം ഞാൻ ഇറക്കിയ വണ്ടിയാണ് ഇത് BMW 530 M Sport. ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു സമയത്ത് എൻ്റെ വീട്ടിൽ വന്നാലത്തെ അവസ്ഥ ഇങ്ങനെയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു സാധാരണ വ്യക്തിക്ക് അതായത് നിങ്ങൾ ആലോചിക്കുക, ഞാൻ ടാക്സി ഓടിച്ച അതേ റോഡിലൂടെ
ആണ് ഞാൻ ഒരേ സമയം മെഴ്സിഡീസും BM-ഉം ഇന്നോവയും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലേക്ക് മാറിയത്. അതേപോലെ തന്നെ എൻ്റെ മോക്ക് ബർത്ത്ഡേക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുത്ത ഒരു ഫോട്ടോ, ഒരുപക്ഷെ എൻ്റെ ഏറ്റവും അഭിമാനിക്കുന്ന ഒരു മുഹൂർത്തമാണ്. ഒരു കേക്ക് പോലും മേടിച്ച് മുറിക്കാൻ കഴിയാത്ത, അതല്ലെങ്കിൽ ഒരു നല്ല ഉടുപ്പ് വാങ്ങിക്കൊടുക്കാൻ കഴിയാത്ത ഗതികെട്ട അവസ്ഥയിൽ നിന്നും എൻ്റെ മോൾക്ക് ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റായിട്ട് ഒരു കാറ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വളരാൻ സാധിക്കുക. ഇത് ഞാനിപ്പോ അടുത്ത് എടുക്കാൻ പോകുന്ന ഒരു വീടാണ്. ഞാനിപ്പോ താമസിച്ചിരുന്ന വീട് നിങ്ങൾ കണ്ടു. എന്നാൽ ഞാൻ ഇന്ന് താമസിക്കുന്നത് എൻ്റെ നാട്ടിലെ തന്നെ ഏറ്റവും എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു നല്ല അറ്റ്മോസ്ഫിയറിലാണ്, ഒരു വീട്ടിലാണ് ഞാൻ ഇന്ന് താമസിക്കുന്നത് ആക്ച്വലി. പക്ഷെ ആ വീട് ഞാൻ വെച്ചത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടാണ്. എൻ്റെ തറവാട് വീടാണ്. ഇപ്പൊ ഞാനും അവരോടൊപ്പം തറവാട്ടിൽ തന്നെ താമസിക്കുന്നു. പക്ഷെ അതിനോട് ചേർന്ന് തന്നെ ഞാൻ അടുത്തായിട്ട് എടുക്കാൻ പോകുന്ന ഒരു വീടാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വീട്. ഡിയർ ഫ്രണ്ട്സ്, ഏകദേശം 1180 സ്ക്വയർ ഫീറ്റിൽ 3 നിലയിൽ മൾട്ടി എന്താ പറയാ, ഹോം തിയേറ്റർ എല്ലാം ഉൾപ്പെടെ, ലിഫ്റ്റ് എല്ലാം ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു വീട്, എൻ്റെ ഒരു ഡ്രീം ഹോം. അത് അടുത്ത സമയങ്ങളിൽ ഇനി എൻ്റെ അടുത്തൊരു ഡ്രീമായിട്ട് നിൽക്കുന്നു. അതിനിടയിൽ എൻ്റെ മകളുടെ മാരേജ് വരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിനുശേഷം വരുന്ന എൻ്റെ അടുത്തൊരു ഡ്രീം ഇതാണ്. ദെൻ ഡിയർ ഫ്രണ്ട്സ്, അടുത്ത് ഞാൻ എടുക്കായിട്ട് മേടിക്കാൻ പോകുന്ന ഒരു വണ്ടി എന്ന് പറയുന്നത് റേഞ്ച് റോവർ സ്പോർട്ടാണ്. അതിനു മുമ്പ് ഞാനിപ്പോൾ അടുത്ത വർഷം എൻ്റെ മോളുടെ മാരേജുമായിട്ട് ബന്ധപ്പെട്ട ഒരു മെഴ്സിഡീസ് എടുക്കാനുള്ള കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നു. അതിനുശേഷം ഞാൻ എനിക്കായി മേടിക്കാൻ പോകുന്ന വാഹനം എന്ന് പറയുന്നത്